ഹരിശ്രീ ഗണപതയേ നമ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം, ഭരതൻ്റെ വനയാത്ര മുതൽ അയോധ്യാകാന്ഡം സമാപ്തം വരെ. ഭരതൻ്റെ വനയാത്ര. ചിത്തേ നിനക്കിതോ തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമാനല്ലോ നീ. സാധുക്കളേവും പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടി പുറപ്പെട്ടിതോ. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനീ ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഗീതങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടി ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹന്തത. ശങ്കിത മാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണജാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ച അനന്തപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം കനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്ത മനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തതാ. ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്താപ്യകാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യ മനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ. ആലിംഗനം ചെയ്തുവല്ലോ ഭവാനി ലോകാലംബന ബോധനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്കനേ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കലിന്നതീനില്ലൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു. രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹന്തതാവാട്ടമില്ലാതൊരു സന്തോഷചേതസ. ഭക്തൻ ഭരതനത്യുത്തമാനെന്നുതൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടവർണ്ണൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട് വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ആ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധനി സുവർണതൽപസ്ഥലേ. കോമള സ്നിഗ്ധ ധവളാംബരാസ്തൃതേ രാമേണ ശേതേ മഹാസുഖം സാഗതം.
ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു വിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായി അതിഭാവിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്ന് ധനുജനോ നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ അരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൾ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവേനെന്നതു കേട്ടു ഗുഹനും പുര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തുമമർത്യദടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനേ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂത നദിയെ കടത്തുവാൻ പ്രത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം. അഞ്ജസ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയും എടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുത. ശത്രുഘ്നനോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും ദദാ. രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാനാദരാൾ. ഒമ്പർതടീനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതോ വൻപടയും തഥാ. ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാക്രഭോ വൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ വരദനും വൻപടയൊക്കവേ ദൂര നിർത്തിയിടിനാൻ. താനും അനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാതാപസം വിജ്ജരാത്മാനമാസീനം വിധീസമം. ദൃഷ്ട്വാ നനാമസംഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. പൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടീകലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമീ കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായോരു നീ എന്തിനായിങ്ങനെ. വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടുമാഹന്തവനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും ഹിത്തം മുനീവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനീ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമവാദാബ്ജങ്ങളാണീതപോനിതേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാരണത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാം അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതീനിപ്പാദ പത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനോ ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിഞ്ഞൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ.
ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗളാത്മാനമേനം പുണർനേടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിംബഹുനാ വത്സവൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മനസ്സേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണം കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്തവണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതി വിദ്രുതം. ഓമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണീകാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞോതരുക്കളും. ദേവ വനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാതിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നഭ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാൽ സൈന്യം ഭരതം സസോദരം വിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായ തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ. മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതഭൂതനമണ്ഡലേ. കാണാഞ്ഞ് ഓരോരോ മുനീവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. പുത്രവാഴുന്നു രഘൂത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തോ. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലതല പൂർണ്ണവല്ലീതരു ശൽപ രമണീയ കാനന മണ്ഡലേ. ആമ്ര കദളി ബകുള പനസങ്ങൾ ആമാത്രകാർജുന നാഗപുന്നാഗങ്ങൾ. കേരഭൂഗങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകതാലങ്ങളും. മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും. ബൃംഗാദിനാനാഭിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗഭ്രാതലീലയും പന്യാസമാലോക്യ ദൂരേ ഭരതനും. വൃക്ഷാഗ്രസംലഗ്ധവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ.